ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോഡി പോളിഷിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റംസും നമുക്ക് കിച്ചണിൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഇതിനായിട്ട് നമുക്ക് പുതിയതായിട്ട് ഒന്നും തന്നെ മേടിക്കാനില്ല. പിന്നെ നമ്മൾ സെലിബ്രിറ്റീസിനെ കണ്ടിട്ടില്ലേ, അവരൊരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അവരുടെ ഫുൾ ബോഡി നല്ല ക്ലിയർ ആയിട്ട് പോളിഷ്ഡ് ആയിരിക്കും. അതുപോലെ നമുക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു പാക്കാണ് ഞാൻ ഇന്ന് ഷെയർ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യേണ്ട രീതിക്ക് ചെയ്യണം, അതുകൊണ്ട് തന്നെ ഫുൾ വീഡിയോ കാണുക. അതല്ല, നമ്മൾ നോർമൽ പാക്ക് പോലെ ഇത് അപ്ലൈ ചെയ്താൽ നമുക്കൊരു പാക്ക് ഇട്ട എഫക്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ഫുൾ ബോഡി പോളിഷ് ചെയ്യുന്ന ഒരു എഫക്റ്റ് നമുക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഫുൾ വീഡിയോ കാണാൻ ഞാൻ എങ്ങനെയാണത് അപ്ലൈ ചെയ്യുന്നതെന്നും എങ്ങനെയാണത് റിമൂവ് ചെയ്യുന്നതെന്നും നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്താൽ പോളിഷ്ഡ് ആയിട്ടുള്ള സ്കിൻ കിട്ടും. പാർട്ടിക്ക് പോകുമ്പോൾ മാത്രമല്ല, നമുക്ക് നോർമലി വീട്ടിലിരിക്കുമ്പോഴും ചെയ്യാവുന്നതാണ്. നോർമൽ ഡേയ്സിൽ നമുക്ക് വീക്കെൻഡ്സിലോ നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളത് എപ്പോഴാണോ അപ്പോൾ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് നമ്മൾ എത്ര ശ്രദ്ധിക്കുന്നോ അത്രയും നമ്മുടെ സ്കിന്ന് നമുക്ക് ഫേവറായിരിക്കും. നമ്മുടെ സ്കിന്ന് ഹെൽത്തി ആൻഡ് ഗ്ലോയിങ് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ തന്നെ കോൺഫിഡൻസ് കൂടാനും ഒക്കെ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ ബൗളിൽ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. ആദ്യം തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് വീറ്റ് ഫ്ലോർ ആണ്. അതായത് നമ്മുടെ ഗോതമ്പ് പൊടി, നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന സെയിം ഗോതമ്പ് പൊടി. നല്ല ക്വാളിറ്റി ഉള്ളത് എടുക്കുകയാണെങ്കിൽ റിസൾട്ടും അതുപോലെ തന്നെ ഉണ്ടാവും. നല്ല എഫക്റ്റീവായിട്ട് നമുക്കിത് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും നമ്മൾ ഗ്ലോയിങ് സ്കിൻ കിട്ടാനും നല്ല ക്വാളിറ്റിയുള്ള ഗോതമ്പ് പൊടി എടുക്കുന്നതാണ് നല്ലത്. ദെൻ നമ്മൾ കടലമാവാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഗോതമ്പ് പൊടി ഒരു 6 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 3 സ്പൂൺ നമ്മൾ കടലപ്പൊടി, പകുതിയോളം കടലപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം 1 സ്പൂൺ ഫുള്ളായിട്ടും നമ്മൾ അത് നല്ല ഹീപ്പായിട്ട് ഉണ്ട്, അതുകൊണ്ടാണ് 1 സ്പൂൺ എന്ന് പറഞ്ഞത്. അപ്പോൾ അത്രയും നമ്മൾ കസ്തൂരി മഞ്ഞളിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ മഞ്ഞളിൻ്റെ പൊടിയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ പകുതിയൊക്കെ ഒരു 1/2 സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. കാര്യം അതിനൊരു മഞ്ഞ ടിൻറ്റ് കൂടുതലായിരിക്കും. പക്ഷേ കസ്തൂരി മഞ്ഞളിന് അത്രയും മഞ്ഞ ടിൻറ്റ് വരില്ല. ഇനി നമുക്കിത് തൈര് യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ച് തൈര് മാത്രം യൂസ് ചെയ്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് ട്രൈ ചെയ്യുക. ഇത് ഫുൾ മാവും എടുത്തിട്ട് കുഴയ്ക്കേണ്ട, ചപ്പാത്തി പോലൊന്നും ആയി പോകരുത്. നമുക്കിത് ഫേസിലും സ്കിന്നിലും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളതാണ്. ഏറ്റവും സോഫ്റ്റായിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യം പോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് ഭാഗം, ഞാനിപ്പോൾ ചെയ്യുന്നില്ലേ, അതുപോലെ കുറച്ചായിട്ട് എടുത്താൽ മതി. കുറച്ച് തൈരും ആഡ് ചെയ്തിട്ട് ഒത്തിരി മാവെടുത്ത് മിക്സ് ചെയ്യുകയാണെങ്കിൽ മാവ് ഭയങ്കരമായിട്ട് ടൈറ്റായി പോകും. അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലോട്ട് എത്തും. അതുകൊണ്ട് ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ നമുക്ക് കുറച്ചായിട്ട് ആഡ് ചെയ്ത് ചെയ്യാം. ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്, കുറേ അങ്ങ് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്ത് പാക്ക് പോലെ ആക്കി എടുത്താൽ പോരെയെന്ന്. പക്ഷെ അല്ല, നമ്മളിവിടെ ബോഡി പോളിഷിങ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണം നമ്മുടെ ഈ ഒരു പാക്ക് കിട്ടാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ വെള്ളം കൂടിപ്പോവുകയാണെങ്കിൽ, അതായത് ലിക്വിഡ് കൺസിസ്റ്റൻസി ആയിട്ട് വരാണെങ്കിൽ നമ്മളിത് നോർമൽ ഒരു പാക്ക് അപ്ലൈ ചെയ്ത മാതിരി ആയിപ്പോവും. പിന്നെ ഇത് ഡ്രൈ ആയി കിട്ടാനായിട്ട് നമ്മൾ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത്രയൊന്നും വേണ്ട. എന്നാൽ ഒത്തിരി ഡ്രൈ ആക്കി നമുക്ക് സ്കിന്നിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എത്രയാണോ വെള്ളം, ഞാനിവിടെ കറക്റ്റായിട്ട് കാണിച്ചു തരാം, അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി ഞാൻ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ തൈരെടുത്ത ആ സെയിം കപ്പിൽ തന്നെ വെള്ളം എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ബട്ടർ മിൽക്ക് മാതിരി ഇരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ തൈരില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലും നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ പകുതി നാരങ്ങയുടെ നീര് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാൽ യൂസ് ചെയ്ത് മിക്സ് ചെയ്താൽ മതി. ദെൻ നിങ്ങൾക്ക് ഒത്തിരി പാലായി പോവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ വെള്ളവും കൂടെ മിക്സ് ചെയ്യാം കേട്ടോ. പക്ഷേ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം, എന്നാലേ നമുക്കതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. ഇപ്പോൾ നിങ്ങൾക്ക് പാലില്ല എന്നുണ്ടെങ്കിൽ തൈരും വെള്ളവും കൂടെ ഇതുപോലെ കുഴച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. പക്ഷേ തൈരൊന്നും സ്കിപ്പ് ചെയ്യരുത്. ഇത് നമുക്ക് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ സൺ ടാൻ റിമൂവ് ചെയ്യാനും തൈര്, ബട്ടർ മിൽക്ക് പോലത്തെ സംഭവങ്ങൾ വളരെ എഫക്റ്റീവാണ്. പിന്നെ പാല് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അതും സ്കിൻ വൈറ്റനിങ്ങിന് ഭയങ്കര നല്ലതാണ്. അതുകൊണ്ട് ഒന്നുകിൽ തൈര് അല്ലെങ്കിൽ പാൽ, ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് നന്നായിട്ട് യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടില്ല. പിന്നെ ആദ്യം ചേർത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് പ്രോപ്പറായിട്ട് ചേർക്കണം. അല്ലാതെ നമുക്കിതിന് ഓൾട്ടർനേറ്റീവ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിസൾട്ട് കിട്ടില്ല.
നിങ്ങൾക്ക് ടേമറിക് മാത്രം മതി, അതായത് മഞ്ഞൾ മാത്രം വേണമെങ്കിൽ വേറെ ഏതെങ്കിലും കൈൻഡ് ഓഫ് മഞ്ഞൾ യൂസ് ചെയ്യാം. കസ്തൂരി മഞ്ഞളിന് പകരം വേറെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തെറ്റില്ല. പക്ഷേ ഗോതമ്പ് പൊടിയും കടലപ്പൊടിയും നമ്മൾ ഇത് തന്നെ എടുക്കണം. അതായത് ഈ കടലപ്പൊടിയും ഗോതമ്പ് പൊടിയും സ്കിപ്പ് ചെയ്യാൻ പാടില്ല, അതെടുത്തേ പറ്റൂ. കാരണം ഈ ഗോതമ്പ് പൊടിയാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത്. അതുകൊണ്ട് അത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ ഒരു നിർവാഹവും ഇല്ല. ഗോതമ്പ് പൊടിയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ്. ഇൻ കേസ് ഇപ്പോൾ തീർന്നിരിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഉടനെ ഉറപ്പായിട്ട് മേടിക്കുന്ന പ്രോഡക്റ്റ് അല്ലല്ലോ, ഒരു ഗ്രോസറി ഐറ്റമാണത്. അപ്പോൾ കേട്ടോ, ഇതുപോലെ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്ത് ഈ ഒരു കൺസിസ്റ്റൻസിക്ക് നമ്മളാക്കി എടുക്കണം. ഒത്തിരി ലിക്വിഡും അല്ല, എന്നാൽ ഒത്തിരി കട്ടിയോ അല്ലാത്ത രീതിക്ക്. ദെൻ ഇത് നമ്മൾ സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇത് ഒത്തിരി കട്ടിയാവരുതെന്ന് പറയാൻ കാരണം, നമ്മളിത് സ്കിന്നിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴേക്കും പെട്ടെന്ന് ഉണങ്ങിപ്പോകരുത്. പെട്ടെന്ന് ഉണങ്ങിപ്പോയാൽ നമ്മുടെ സ്കിന്നിലുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് ഇത് വലിച്ചെടുക്കും, നമ്മുടെ പാക്ക് വലിച്ചെടുക്കും. അപ്പോൾ നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയതുമാതിരി ഉണ്ടാവും. അത് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കറക്റ്റായിട്ട് ചെയ്ത് അതിൻ്റെ കറക്റ്റ് റിസൾട്ടും നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഫുൾ ബോഡിയിൽ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മുടെ കഴുത്തിൻ്റെ ബാക്കിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. കുളിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ഇത് അപ്ലൈ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഫുൾ അപ്ലൈ ചെയ്ത് തീരും. പിന്നെ 20 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്കത് വാഷ് ചെയ്യാവുന്നതാണ്. 20 മിനിറ്റ് അത്രയും വെച്ചിരുന്നാൽ മതി. ഇൻ കേസ് നിങ്ങൾക്ക് പെട്ടെന്ന് ഒത്തിരി ഡ്രൈ ആവുകയാണെന്ന് തോന്നുകയാണെങ്കിൽ അപ്പം തന്നെ വെള്ളം തളിച്ച് വാഷ് ചെയ്താൽ മതി. അപ്പോൾ ഇത് നിങ്ങൾ ഫുള്ളായിട്ട് ഈ വീഡിയോ കാണണം. അപ്പോൾ ഞാനിതിൽ ഫുള്ളായിട്ട് എല്ലാ ഡീറ്റെയിൽസും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമ്മളിത് വാഷ് ചെയ്യാണ്. അത് നമ്മളിതുപോലെ കുറച്ച് വെള്ളം ഇതുപോലെ തളിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് അങ്ങനെയാണ് നമ്മളിത് വാഷ് ചെയ്യുന്നത്. അല്ലാതെ ഫുള്ളായിട്ട് വെള്ളം കോരി ഒഴിച്ച് അങ്ങനെ ചെയ്യണ്ട. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് പോളിഷ് ആവുന്നത്. ഇതിൽ നമ്മൾ സ്ക്രബിങ്ങിന് വേണ്ടിയിട്ട് തരിതരിപ്പുള്ള ഒരു സാധനങ്ങൾ ആഡ് ചെയ്തിട്ടില്ല. എന്നാൽ പോലും നമ്മുടെ സ്കിൻ നല്ല ഗ്ലോയിൽ തന്നെ കിട്ടും. നന്നായിട്ട് സ്കിന്നിനെ എക്സ്ഫോളിയേറ്റ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു മെത്തേഡിൽ നമ്മൾ സ്ക്രബ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇതിൽ സ്ക്രബിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തന്നെ നമ്മുടെ കടലപ്പൊടിയും ഇതൊക്കെയാണ്. അപ്പോൾ ഇത് നമുക്ക് എത്ര സെൻസിറ്റീവായിട്ടുള്ള സ്കിന്നുള്ളവരാണെങ്കിൽ പോലും നിങ്ങൾക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി സ്കിന്ന് ഡാമേജ് ആവുമോ, സ്കിന്ന് നമുക്ക് എന്തെങ്കിലും സ്പോട്സ് വരുമോ, മുറിയോ, അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ചിന്തിക്കേണ്ട. അത്രയും അടിപൊളിയായിട്ട് നമുക്ക് റിസൾട്ടും കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്തിട്ട് ഫുൾ ബോഡി ഇങ്ങനെ കുറച്ച് ടൈം എടുക്കും കേട്ടോ. നമുക്ക് ഒറ്റയടിക്ക് അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ റബ്ബ് ചെയ്ത് വേണം എല്ലാ ഭാഗത്തുനിന്നും, കയ്യിൽ നിന്നായാലും കാലിൽ നിന്നായാലും ഒക്കെ നമ്മളിത് വാഷ് ചെയ്യാനായിട്ട്. നമ്മൾ കുറച്ച് ടൈം കൊടുത്താലേ നമുക്ക് അതിനുള്ള റിസൾട്ടും കിട്ടുള്ളൂ. അപ്പോൾ അതിങ്ങനെ സ്ലോലി റബ്ബ് ചെയ്ത് കളയാവുന്നതാണ്. എന്ന് പറഞ്ഞിട്ട് മണിക്കൂറുകളോളം ചെയ്യണമെന്നൊന്നുമില്ല കേട്ടോ. ഒരു 5-6 തവണ സർക്കുലർ മോഷനിൽ സ്ക്രബ് ചെയ്താൽ മതി. അതിനുശേഷം നിങ്ങൾക്കത് വാഷ് ചെയ്യാവുന്നതാണ്. ഫുൾ ബോഡി അതുപോലെ ചെയ്തിട്ട് വാഷ് ചെയ്താൽ മതി. ഇത് നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് സോപ്പൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ? ബിക്കോസ് ഇത് നല്ല എക്സ്ഫോളിയേറ്ററാണ്. പിന്നെ കടലമാവൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ സോപ്പിന് പകരം യൂസ് ചെയ്യുന്നതാണ്. സോ സോപ്പ് നമുക്ക് ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, എത്ര സിമ്പിളാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു അരമണിക്കൂർ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ക്വിക്കായിട്ട് ചെയ്യാൻ പറ്റുന്നതുമാണ്. സൺ ടാൻ റിമൂവ് ചെയ്യാൻ ബെസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.